പിന്നെ ഇന്ന് നമ്മൾ ഇത് വിഷു സ്പെഷ്യൽ ആയിട്ട് കൂടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സന്തോഷം നിറഞ്ഞ വിഷു ആശംസകൾ. ഇലയുടെ ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിനകത്തേക്ക് 1.5 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന അതേ പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചിരണ്ടിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 1 കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്ത ശർക്കരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ നല്ല പഴുത്ത 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1 ടീസ്പൂൺ ജീരകം, ഒരു 1/2 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത്, ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഒരു 20 കാഷ്യൂ നട്ട് നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്താണ്, അതും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മഞ്ഞ ഉണക്കമുന്തിരിങ്ങയാണ്, ഇതും ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിങ്ങയും ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി ഇവിടെ 1 കപ്പ് നല്ല തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറേശ്ശെ ഒഴിച്ച് നമുക്ക് ഈ മാവ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു കപ്പ് മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ നല്ല ഉരുക്കിയെടുത്ത നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളവർക്ക് ഈ നെയ്യ് വേണമെങ്കിൽ ഒഴിവാക്കാം. മാവ് നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും, അതുപോലെ നല്ലൊരു ടേസ്റ്റുമാണ് ഈ നെയ്യ് ചേർത്ത് കഴിയുമ്പോൾ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കണം. നമ്മൾ എടുക്കുന്ന പഴം നല്ല പഴുത്ത പഴമാണെങ്കിൽ ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് കൈകൊണ്ട് തന്നെ അങ്ങ് കുഴച്ച് കൊടുത്താൽ മതി. നമ്മൾ ചേർത്തയിൽ വലിയ കഷ്ണം ശർക്കരയൊക്കെ കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൈകൊണ്ടൊന്ന് പൊടിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത വാഴയില ഇതുപോലെ സ്റ്റൗവിൻ്റെ ഫ്ലെയിമിൽ കാണിച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ മാവ് വാഴയിലയിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് വാഴയില പൊട്ടിപ്പോകാതിരിക്കാനായിട്ടാണ്. നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിനനുസരിച്ച് ഇനി വാഴയില ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് മാവ് എടുത്തിട്ട് വാഴയിലയിൽ വെച്ച് കൊടുക്കാം. കുറച്ചും കൂടി എടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം. എന്നിട്ട് ഇനി നമുക്ക് ഈ ഇല അങ്ങ് മടക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ഒരെണ്ണം ഇപ്പോൾ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ചെറിയ ഇലയായാലും നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ കുറച്ച് മാവ് വെച്ചിട്ട് നമുക്കിതുപോലെ അപ്പം ചുട്ടെടുക്കാവുന്നതാണ്. കാരണം ഇലയൊക്കെ കിട്ടാനും ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ചിലപ്പോൾ ഇലയൊക്കെ ഇതുപോലെ ചെറിയ പീസായിട്ട് കീറിപ്പോവും. അപ്പോൾ നമ്മളത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ അങ്ങ് വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇവിടെ മാവെല്ലാം ഇലയിൽ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിനി ഇതൊരു പ്ലേറ്റിലേക്കൊന്നും മാറ്റി വെച്ചിട്ടൊന്നുമില്ല, നേരെ ഇവിടുന്ന് തന്നെ അപ്പച്ചമ്പിലേക്ക് എടുത്ത് വെക്കാനാണ്. ഞാൻ ആദ്യം വാട്ടിയെടുത്ത ഇല കടയിൽ നിന്ന് വാങ്ങിയതായിരുന്നു, അപ്പോൾ അത് തികഞ്ഞില്ല. അപ്പോൾ 2-3 എണ്ണത്തിനും കൂടെ വേണമായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇത് 2 എണ്ണം നെയ്ബറിൻ്റെ അടുത്തുനിന്ന് പോയിട്ട് വാങ്ങിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ കളർ ഡിഫറൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്കെല്ലാം അപ്പച്ചമ്പിലേക്ക് എടുത്ത് വെക്കാം. ഇപ്പോൾ ഇവിടെ അപ്പച്ചമ്പിൽ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു തട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇലയിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഓരോന്നായിട്ട് എടുത്തു വെക്കാം. പല ഭാഗങ്ങളിലായിട്ട് എടുത്ത് വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഇതിനകത്ത് ഞാനൊരു 4-5 എണ്ണം മാത്രമേ ഇപ്പം വെച്ച് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വേറൊരു തട്ടും കൂടെ വെച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ എടുത്ത് വെക്കാം.
ഞാൻ ഈ ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ എല്ലാം വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ അപ്പച്ചമ്പിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് നേരം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ അടയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 4-5 മിനിറ്റ് ഇതിനകത്ത് ഇങ്ങനെ തന്നെ വെച്ചതിന് ശേഷം നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാഴയിലയിൽ ഉണ്ടാക്കിയ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നല്ല പഴമൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സ്പെഷ്യൽ അടയാണിത്. ഇത് നമുക്കിതാ മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.